അഡ്വക്കേറ്റ് വസന്ത് സിറേക്ക്, ഇതാണ് നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പറയുന്നത്. ഈ ഭരണഘടനയുടെ എല്ലാ സത്തകളെയും കാറ്റിൽ പറത്തിയ ഈ അടിയന്തരാവസ്ഥയുടെയൊക്കെ ഈ കിരാത നാളുകളെല്ലാം നമ്മുടെ മുന്നിലുള്ളതാണ്. ഇവിടെ ഈ വർക്കലയിൽ ഒരു സുഗതനുണ്ടായിരുന്നു, രാജനുണ്ടായിരുന്നു. അവരൊക്കെ എവിടെയാണ്? അവരുടെ ശരീരം പോലും കാണാൻ കിട്ടിയില്ലല്ലോ. ഇപ്പോൾ നിങ്ങൾ അഴിമതി കേസിൽപ്പെട്ട്, രാജ്യദ്രോഹ കേസുകളിൽപ്പെട്ട് പിടിച്ചുകൊണ്ടു പോകുന്നതിന് വളരെ കൃത്യമായ തെളിവുകളുണ്ട്. അവർ ഈ പിടിച്ചുകൊണ്ടു പോയവർ എവിടെയാണ് എന്നതിനും കൃത്യമായ തെളിവുകളുണ്ട്. അവരുടെ ബന്ധുക്കൾക്കറിയാം. പക്ഷേ രാജന്റെയും സുഗതന്റെയും കാര്യം അങ്ങനെയായിരുന്നോ അടിയന്തരാവസ്ഥയുടെ കിരാത നാളുകളിൽ? നീലിമ, നിങ്ങൾ പറയുന്നത് പ്രഖ്യാപിത അടിയന്തരാവസ്ഥയെ പറ്റിയാണ്. ഞാൻ അതിനെ ചെറുതായി കാണുന്ന ഒരാളല്ല. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സാർ എന്നെ തെറ്റിദ്ധരിക്കണ്ട. പ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ കാലത്ത് ഉണ്ടായ പ്രതിപക്ഷ വേട്ടയോ അല്ലെങ്കിൽ അന്ന് അധികാരത്തിലിരുന്ന സംസ്ഥാന സർക്കാരുകൾ അടക്കം നടത്തിയ വേട്ടകളെ ഒന്നും ന്യായീകരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടക്കുന്ന കഴിഞ്ഞ 10 വർഷക്കാലവും ഇതൊക്കെ ആദ്യം നമുക്ക് പ്രഖ്യാപിത അടിയന്തരാവസ്ഥയെ കുറിച്ച് സംസാരിക്കാം. അതാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് ഏറ്റവും കൂടുതൽ ക്ഷതമേൽപ്പിച്ചിട്ടുള്ളത്. എത്രയോ ഭരണഘടനാ ഭേദഗതികൾ വന്നു. ഒരു വ്യക്തിയുടെ, ഒരു കുടുംബത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഈ രാജ്യത്തെ ജനതയെ ഒന്നാകെ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ ആദ്യം ചർച്ച ചെയ്യൂ. എന്നിട്ട് നമുക്ക് 10 മാസത്തെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെ കുറിച്ച് സംസാരിക്കാം. നമുക്ക് കമ്പയർ ചെയ്യാം. ഈ 75-ലെ അടിയന്തരാവസ്ഥയിൽ ഒന്നാമത്തെ പ്രശ്നം പ്രതിപക്ഷ വേട്ടയായിരുന്നു. അത് ഈ 10 വർഷക്കാലം ഉണ്ടായി എന്നതിന്റെ തെളിവ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ പ്രശ്നം മാധ്യമ സെൻസറിങ് ആയിരുന്നു, മാധ്യമ വേട്ടയായിരുന്നു നിങ്ങളുടെ ഭാഷയിൽ. ഈ 10 വർഷക്കാലം മാധ്യമങ്ങളെ ഏതൊക്കെ രീതിയിലാണ് വേട്ടയാടിയത്? ദേശീയ പത്രം വായിക്കാറില്ലേ? ടെലിവിഷൻ കാണുന്നില്ലേ? ഇവിടെ എവിടെയാണ് മാധ്യമ സെൻസറിങ്? അങ്ങനെ പറഞ്ഞു പോകാൻ വേണ്ടി മാത്രം മാധ്യമ സെൻസറിങ് എന്നുള്ള പദമൊക്കെ ഉപയോഗിക്കല്ലേ പ്ലീസ്. പറയാമെന്നേ. ദേശീയ തലത്തിൽ ഗോസ്വാമിയുടെ കൂടി കേന്ദ്ര സർക്കാർ വാഴ്ത്തു പാടുന്നവർക്കും മാത്രമേ ഇവിടെ പ്രവർത്തിക്കാൻ കഴിയൂ എന്ന അവസ്ഥ ഉണ്ടായി. എന്തായിരുന്നു NDTVയുടെ അവസ്ഥ? എന്തായിരുന്നു? സർക്കാരിനെതിരെ ഒരു ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചപ്പോ BBC-യുടെ ഓഫീസിലേക്ക് അന്ന് വരെ നിങ്ങൾ കാണാത്ത ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആ ഓഫീസിലേക്ക് ഇരച്ചു കയറിയില്ലേ? അങ്ങനെ എത്രയെത്ര സ്ഥലങ്ങളിൽ മാധ്യമ വേട്ട നടന്നു. ഗൗരി ലങ്കേഷ്, ആരായിരുന്നു ഗൗരി ലങ്കേഷ്? എഴുത്തുകാരിയായ, മാധ്യമ പ്രവർത്തകയായ, പത്രപ്രവർത്തകയായ ഗൗരി ലങ്കേഷിന്റെ ഇടനെഞ്ചിലേക്ക് എവിടുന്നാണ് വെടിയുണ്ടകൾ കടന്നു വന്നത്? അപ്പോ കഴിഞ്ഞ 10 വർഷക്കാലം, ആ 75-77-ലെ 2 വർഷക്കാലത്തിന്റെ ഇരട്ടിയുടെ ഇരട്ടി മാധ്യമ വേട്ടയാടൽ നടന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. കാര്യം ഞാൻ തെളിവുകൾ അടക്കമാണ് പറഞ്ഞു പോകുന്നത്. പിന്നീട് എന്താണ് അടുത്ത പ്രശ്നം? പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നു. ആ നിശബ്ദമാക്കാൻ ശ്രമിക്കലാണ് നിങ്ങൾക്ക്. ആ മാധ്യമ വേട്ടയ്ക്ക് പിന്നിലൊക്കെ വളരെ കൃത്യമായ രാജ്യദ്രോഹ കരങ്ങൾ ഉണ്ടായിരുന്നു. കൃത്യമായ രാജ്യദ്രോഹികളുടെ, സോറോസിന്റെ ഒക്കെ അടക്കം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ചില മാധ്യമ പ്രവർത്തകർ ശ്രമം നടത്തിയപ്പോഴാണ് രാജ്യത്തെ ഇന്റലിജൻസ് ഏജൻസികൾ അത് തിരിച്ചറിയുകയും അതിനെതിരെയൊക്കെ കടുത്ത നടപടികൾ എടുക്കുകയും ചെയ്തത്. വസന്ത്, അങ്ങനെയാണെങ്കിൽ ശ്രീ നീലിമ, ഈ കടുത്ത നടപടി എടുത്തുണ്ടല്ലോ നിങ്ങളുടെ സർക്കാരും നിങ്ങളുടെ ഏജൻസികളും. ഏത് കേസാണ് നിലവിൽ നിലനിൽക്കുന്നത്? NDTVക്കെതിരെ നിങ്ങൾ അന്വേഷണം പ്രഖ്യാപിച്ചു. ഏത് കേസ് നിലനിൽക്കുന്നു? BBC-ക്കെതിരെ നിങ്ങൾ അന്വേഷണം പ്രഖ്യാപിച്ചു. അവിടേക്ക് നിങ്ങൾ ED ഇരച്ചു കയറി സാമ്പത്തിക ക്രമക്കേട് ഉണ്ട് എന്ന് പറഞ്ഞു. BBC-ക്കെതിരെ ഏതെങ്കിലും കേസ് നിലവിൽ നിലനിൽക്കുന്നുണ്ടോ? ഇനി ജോർജ് സോറോസ് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തണ്ട. ജോർജ് സോറോസ് എന്ന് പറഞ്ഞാലൊന്നും അങ്ങനെ ഞങ്ങൾക്കാർക്കും മുട്ടുപറയ്ക്കാനൊന്നും പോകുന്നില്ല. ജോർജ് സോറോസിനെതിരെ ഇന്ത്യയിൽ ഏത് കേസാണുള്ളത്? ജോർജ് സോറോസ് ഒരു അന്താരാഷ്ട്ര ഭീമനാണ്, കോർപ്പറേറ്റ് ആണ്. അത് അദാനിയെ പോലെ തന്നെ മറ്റൊരു കോർപ്പറേറ്റ് ആണ്. ജോർജ് സോറോസിനെതിരെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ദേശവിരുദ്ധരായ എന്ന് പറയുമ്പോ, അഡ്വക്കേറ്റ് വസന്ത് സിറേക്ക്, ഈ ജോർജ് സോറോസിന്റെ പ്രധാനപ്പെട്ട ബിസിനസ് എന്താണ്? അത് താങ്കൾക്കറിയാമോ? ഡ്രഗ് മാഫിയ തലവനാണ് സോറോസ്. ആ സോറോസുമായി ചേർന്നാണ് നിങ്ങളുടെ സോണിയാഗാന്ധി ആ ഒരു ബോർഡിന്റെയൊക്കെ വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത്. ഡ്രഗ് മാഫിയയുടെ തലവൻ. ഞാൻ ചോദിക്കുന്നത് ശ്രീ പത്മനാഭൻ പറഞ്ഞാലും മതി. ശ്രീ ജോർജ് സോറോസിനെതിരെ വസന്ത് സിറേക്ക് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ മറുപടി പറയൂ പ്ലീസ്. അല്ല, BBC-ക്കെതിരെ ഇന്ദിരാഗാന്ധി നടപടി എടുത്തിരുന്നോ? അപ്പോൾ ഇന്ദിരാഗാന്ധി ചെയ്യുമ്പോൾ ഓഹോ, BJP സർക്കാർ ചെയ്താൽ ആഹാ. BBC ഒരു വിദേശ മാധ്യമമാണ്. ഇന്ത്യൻ താല്പര്യങ്ങൾക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി നടപടിയെടുത്തു.
എന്നാൽ BJP സർക്കാർ നടപടിയെടുത്തത് എന്തിനറിയോ? അവർ കൃത്യമായ ഇൻകം ടാക്സ് കണക്ക് കൊടുക്കാതെ അവർ രാജ്യത്തിലെ സാമ്പത്തിക ഏജൻസികളെ വഞ്ചിക്കാൻ നോക്കിയപ്പോഴാണ്. ഇനി ഞാൻ ആ ചർച്ച വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോവാം. എൻ്റെ കയ്യിൽ ജസ്റ്റിസ് HR ഖന്ന, ഈ ജസ്റ്റിസ് HR ഖന്ന ആരാന്നറിയോ? ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അമ്മാവനാണ്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അമ്മാവൻ HR ഖന്ന തൻ്റെ സഹോദരിക്ക് അയച്ച കത്ത് ഞാൻ വായിച്ചു തരാം. ഐ ഹാവ് പ്രിപ്പയർഡ് ദി ജഡ്ജ്മെന്റ് വിച്ച് ഈസ് ഗോയിങ് ടു കോസ്റ്റ് മീ ദി ചീഫ് ജസ്റ്റിസ്ഷിപ്പ് ഓഫ് ഇന്ത്യ. ഞാനൊരു ജഡ്ജ്മെന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് കാരണം എനിക്ക് ഇന്ത്യയുടെ പ്രധാന ന്യായാധിപന്റെ കസേര നിഷേധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. തൻ്റെ സഹോദരിക്ക് അയച്ച കത്തിലെ വരികളാണ്. എന്താണ്? ADM ജബൽപൂർ കേസ് എന്നെക്കാൾ നന്നായി സെബാസ്റ്റ്യൻ പോൾ സാറിന് അറിയാം. ഭരണഘടന അനുശാസിക്കുന്ന മൗലിക അവകാശങ്ങൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പോലും ദുരുദ്ദേശപരമായി തടയാൻ പാടില്ല. അങ്ങനെ തടഞ്ഞാൽ ആ നടപടിയിൽ ദുരുദ്ദേശമുണ്ടെങ്കിൽ, മാലിഫൈഡ് ഇന്റൻഷൻ ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാമെന്ന ചരിത്ര പ്രസിദ്ധമായ ഡിസെൻഡിങ് ജഡ്ജ്മെന്റ് ഇന്ദിരാഗാന്ധി സർക്കാരിനെതിരെ കമ്മിറ്റഡ് ജുഡീഷ്യറി എന്ന് പറയുന്നത് ഒരു അബദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഡിസെൻഡിങ് ജഡ്ജ്മെന്റ് എഴുതിയ HR ഖന്ന ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയില്ല. പോട്ടെ, ജസ്റ്റിസ് ഗ്രോവർ, ജസ്റ്റിസ് ഷേലത്ത്, ജസ്റ്റിസ് ഹെഗ്ഡെ, 3 മുതിർന്ന ന്യായാധിപന്മാരെ മറികടന്ന് നാലാമനെ ചീഫ് ജസ്റ്റിസ് ആക്കി. 3 സുപ്രീം കോടതി ജഡ്ജിമാർ രാജിവെച്ചു പോയി ഈ രാജ്യത്തിലെ പരമോന്നത നീതിപീഠത്തിൽ നിന്നും. ഇവിടെ നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ കോടതിക്കുള്ളിൽ ചീഫ് ജസ്റ്റിസും മറ്റു 2-3 ജഡ്ജിമാരും തമ്മിൽ പ്രശ്നമുണ്ടായി. സർക്കാരിന് അതിൽ പങ്കൊന്നുമില്ല. രഞ്ജൻ ഗൊഗോയുമായി നമ്മുടെ തൊട്ടു മുമ്പേ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എന്താ പറയാ ചന്ദ്രചൂഡിനും അതുപോലെ തന്നെ ചലമേശ്വരനും പിന്നെ ഒരു മലയാളിയായ ജഡ്ജിനും ഒക്കെ പ്രശ്നമുണ്ടായി. അവർ ആ പ്രശ്നം പരസ്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞു. എന്താ മോഡി പറഞ്ഞത്? എന്താ പ്രധാനമന്ത്രി പറഞ്ഞത്? ആരും ഇടപെടണ്ട. ഇന്ത്യൻ ജുഡീഷ്യറിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പക്വതയും പാകതയും ഇന്ത്യൻ ജുഡീഷ്യറിക്കുണ്ട്. പുറമേ നിന്ന് ആരും ഇടപെടണ്ട, അവിടുത്തെ പ്രശ്നം അവർ പരിഹരിച്ചോളുന്നു. എന്നാൽ കമ്മിറ്റഡ് ജുഡീഷ്യറി എന്ന് പറഞ്ഞുകൊണ്ട് ജുഡീഷ്യറിയെ സ്വാധീനിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ 3 ജഡ്ജിമാരെ സൂപ്പർസീഡ് ചെയ്ത ഒരു ജഡ്ജിന് ചീഫ് ജസ്റ്റിസ് സ്ഥാനം നിഷേധിച്ച അത് ആ മനുഷ്യൻ തന്നെ കത്തയക്കാൻ നിർബന്ധിതരായ സാഹചര്യം എന്തായിരുന്നു? നിങ്ങൾ കോടതിയെ വരെ നിങ്ങളെ ഒരു കോൺഗ്രസിന്റെ ഒരു പോഷക സംഘടനയാക്കാൻ നോക്കിയില്ലേ? അതൊക്കെ ചെയ്തിട്ട് ഇപ്പം നാട്ടിൽ വന്നിട്ട് ഭരണഘടന സംരക്ഷിക്കാൻ പറയാ. നിങ്ങളുടെ കീശയിലെ ഭരണഘടനയുള്ളൂ. ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ മസ്തിഷ്കത്തിലും ഭരണഘടനയുണ്ട്. അത് മനസ്സിലാക്കണം. അതാണ് BJPയുടെ നിലപാട്.